പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാന്റെ ആരംഭത്തിൽ ഹുവല്ലദീ യുസവ്വിറുക്കും ഫിൽ അർഹാമി കൈഫ യശാ, അള്ളാഹു ആണ് ഗർഭപാത്രത്തിൽ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നിങ്ങളെ ഡിസൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഇപ്പൊ സൂറത്ത് ഗാഫിറിന്റെ 64-ാമത്തെ വചനത്തിലും വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അള്ളാഹു മനുഷ്യന്റെ സൃഷ്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത്. അവനെ ഏറ്റവും മികച്ച രൂപത്തിൽ ഞാൻ നിങ്ങളെ ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തി എന്നുള്ളത് ഫഅഹ്സന സുവറക്കും. അപ്പൊ അത് നേരത്തെ ഭാര്യന്റെ വിശദീകരണത്തിൽ ആ ഒരു പോയിന്റായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാം ഒന്ന് മറ്റേതിൽ നിന്നും തികച്ചും വ്യതിരിക്തമായിട്ടുള്ള രൂപത്തിലാണ് എല്ലാത്തിനെയും രൂപപ്പെടുത്തിയിട്ടുള്ളത്. അത് മനുഷ്യന്റെ കാര്യത്തിൽ മാത്രം ചിന്തിക്കുകയാണെങ്കിൽ 8 ബില്യൺ ജനങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത മുഖം, വ്യത്യസ്ത ശബ്ദം, വ്യത്യസ്ത വിരലടയാളം, വ്യത്യസ്ത പേഴ്സണാലിറ്റി, വ്യത്യസ്ത ഇമോഷണൽ മേക്കപ്പ്, എല്ലാം ഒന്നിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഒരു വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ ആ 4ഉം തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവക്കാരായിരിക്കും. അത് കഴിഞ്ഞുപോയ കോടിക്കണക്കിന് ആളുകൾ, ഇനി ജനിക്കാനുള്ള കോടിക്കണക്കിന് ആളുകൾ, എല്ലാം ഒരാളിൽ നിന്നും മറ്റേ ആൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ മനുഷ്യൻ എന്ന അർത്ഥം വരുന്ന സൂറത്തുൽ ഇൻസാൻ എന്നുള്ള അധ്യായത്തിന്റെ ആരംഭത്തിൽ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജ്, കൂടിക്കലർന്ന ഒരു ബീജത്തിൽ നിന്നും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നുത്ഫത്തിൻ അംശാജ് എന്നുള്ളത് ആ ജംഉ തക്സീർ, ആധിക്യത്തെയാണ് കാണിക്കുന്നത്. അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു മിശ്രിതത്തെ സംബന്ധിച്ചാണ് അള്ളാഹു അവിടെ പറയുന്നത്. അപ്പൊ അതെത്ര വലിയ അത്ഭുതമാണ്, ചിന്തിച്ചു നോക്കുക. അപ്പൊ ആരോഗ്യമുള്ള ഒരു പുരുഷൻ, അയാൾ ഒരു തവണ ശ്രമിക്കുന്ന ആ ശുക്ലത്തിൽ സിംഗിൾ ഇജാക്കുലേഷൻ, അതിൽ 300 മില്യൺ സ്പേമുകൾ ബീജമുണ്ടെന്നാണ് കണക്കാക്കുന്നത്. അതിലൊന്ന് മാത്രമാണ് നമ്മൾ. മറ്റുള്ള മില്യൺ കണക്കിന് ഇതര സ്പേമുകൾ ആ റേസിൽ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ തൊട്ടു പിറകിലുള്ള ആ ബീജം മുമ്പിൽ എത്തിയിരുന്നെങ്കിൽ നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള മറ്റൊരാളായിരിക്കും അവിടെ ജനിച്ചു വീഴുക. നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ രൂപവും മുഖമെല്ലാം ഉള്ള മറ്റൊരാളായിരിക്കും. അതായത് ആ ഡ്രോപ്പിനകത്ത് മില്യൺ കണക്കിന് സാധ്യതകൾ, പോസിബിലിറ്റീസ് ആണ് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കൊച്ചു കേരളത്തിലെ ജനസംഖ്യ ഏകദേശം 35 മില്യനാണ്. ആ കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 8 ഇരട്ടിയാണ് ആ ഒരൊറ്റ ഡ്രോപ്പിനകത്തുള്ള സാധ്യതകൾ. സുബ്ഹാനല്ലാഹ്. ഓരോന്നിനും ഓരോരുത്തർക്കും തികച്ചും വ്യതിരിക്തമായിട്ടുള്ള രൂപത്തിൽ ആ രൂപവും സ്വഭാവമെല്ലാം അള്ളാഹു നൽകി എന്നുള്ളത് അൽ മുസവ്വിർ. ഈ ഒരു വൈവിധ്യം എന്നുള്ളത് അത് പുറമേക്ക് കാണുന്ന രൂപത്തിൽ മാത്രമല്ല, മറിച്ച് അയാളുടെ അകത്തുള്ള ആ പേഴ്സണാലിറ്റി, സ്വഭാവ ഗുണങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഒരാളും തികച്ചും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അയാളുടെ ചോയ്സുകൾ, അയാളുടെ ഭക്ഷണത്തിൽ, അതേപോലെ തന്നെ അയാളുടെ വിനോദം, പാഷന്, കഴിവുകൾ, അതെല്ലാം ഒന്ന് മറ്റേതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇപ്പൊ ചില ആളുകൾ അങ്ങേറ്റ സംസാരപ്രിയരായിരിക്കും, മറ്റുള്ള ആളുകൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ചില ആളുകൾ അങ്ങേറ്റ ഏകാന്തപ്രിയരായിരിക്കും, അവര് കൂടുതലൊന്നും സോഷ്യലാകാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ്. മറ്റുള്ള ആളുകൾ അങ്ങേയറ്റം സോഷ്യലായിട്ടുള്ള ആളുകളാണ്. ചില ആളുകൾ ഒരു ടീമിനെ നയിക്കാൻ ലീഡിങ് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും, മറ്റേ ആളുകൾ നല്ല ഫോളോവേഴ്സ് ആയിരിക്കും. ചില ആളുകൾ അങ്ങേയറ്റം ക്ഷമ ഉള്ള ആളുകളാണ്, മറ്റുള്ള ആളുകൾ എടുത്തുചാട്ടക്കാരാണ്. അതേ രൂപത്തിൽ ഓരോ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വ്യത്യസ്ത ഇന്നർ ട്രേറ്റുകൾ എന്നുള്ളത് തികച്ചും വ്യത്യസ്തമായിട്ട് രൂപത്തിലാണ് ഓരോ ആളുകൾക്ക് കാണാൻ സാധിക്കുക. അപ്പൊ നമ്മൾ മനുഷ്യൻ